പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ പ്രോജക്റ്റുകൾ തുടങ്ങി ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരിക്കുന്നവർക്കും ഇനി ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് വല്ലാണ്ട് ആശയക്കുഴപ്പത്തിലിരിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരമാണ്. ഹായ് എവരിബഡി, ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ദുബായിൽ നിന്നുമാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാര്യം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നേടിത്തന്ന ഒരു വിജയം, ഇതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഒരു പുതുമുഖ സംവിധായകൻ്റെ ഏറ്റവും വലിയ വിജയം അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണിത് സാധിച്ചത്? ഇത് ഈ ഒരു പ്രചോദനം, അതായത് ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ചരിത്ര വിജയം, അതിൻ്റെ ഒരു വിജയം ഉൾക്കൊണ്ട് ഈ സിനിമയുടെ ഒരു മേക്കിംഗ് ഭാഗം മാത്രമാണ് ഞാനൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ദുബായ് ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്ത് കൊടുക്കുകയുണ്ടായി. ഏകദേശം ഒരു 150-150-ലധികം വരുന്ന കാൻഡിഡേറ്റുകൾ പങ്കെടുത്തു. പക്ഷേ ആ പങ്കെടുത്ത അവരുമായിട്ടുള്ളൊരു അഭിമുഖത്തിൽ ഞാൻ പല ആൾക്കാരുമായിട്ട്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക നിബന്ധന പ്രകാരം നമ്മളെപ്പോഴും ഒരു ചോദ്യം ചോദിച്ചിരുന്നു അവരോട്, അതായത് വാട്ട് ഈസ് യുവർ ഗോൾ? ഇതൊക്കെ ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന മറുപടി, എല്ലാവരും പറയുന്ന ഗോളെന്ന് പറയുന്നത് ഐ വാണ്ട് ടു സപ്പോർട്ട് മൈ ഫാമിലി, ഇങ്ങനെയാണ് അവരുടെ ഗോളിനെ കുറിച്ച് പറയുന്നത്. ശരിക്കും ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗോൾ, അതൊരു അവരുടെ ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ, അതിനുശേഷം ഒരു സ്റ്റാർട്ടപ്പ്, കുറച്ച് ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു. ഒരു ബിസിനസ് മീറ്റിൽ അവിടെ പങ്കെടുത്തിരുന്ന ധാരാളം ആൾക്കാർ. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോഴും ഒരിക്കലും ഒരു പാഷൻ, എന്തിനൊക്കെ വേണ്ടിയിട്ടോ ചുമ്മാ ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയാൽ അത് രക്ഷപ്പെടുമെന്ന് എന്താ ഉറപ്പ്? എല്ലാ സക്സസ് ലിറ്ററേച്ചറുകളും പറയുന്നൊരു വലിയ കാര്യമുണ്ട്. ലോക ജനസംഖ്യ, അതായത് ആഗോളത്തിൽ ഗ്ലോബലി നമ്മളെടുത്താൽ ഒരു 5% താഴെ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് അവർ ഹൈലി സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുള്ളൂ. 5% താഴെ. അപ്പോൾ ദ റിമൈനിങ് 95 എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോഴും അവരൊരു ഒരു ഓർഡിനറി ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ മേക്കിംഗ് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായിട്ട് 2 കാര്യം. കാരണം ഇപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി ഒരു സക്സസ് റേഷ്യോയിൽ, ഒരു സക്സസ് പേഴ്സണാലിറ്റിയുടെ ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഒരു നടൻ എന്ന രീതിയിലും ഇപ്പോൾ ഒരു സംവിധായകൻ എന്ന രീതിയിലും. എന്താണ് ഡിഫറൻസ്? ഈ സാധാരണ ആൾക്കാരും ഹൈലി സക്സസ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദേ ആർ വെരി മച്ച് ഓപ്റ്റിമിസ്റ്റിക്. വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും ഹൈലി സക്സസ്ഫുൾ ആവുന്നവർ. 2, ദേ നെവർ കംപ്ലെയിൻ. നമ്പർ 3, അവർക്ക് ഒരു ഹൈലി കോൺഫിഡൻ്റ് ആയിരിക്കും. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ കോൺഫിഡൻസ് എത്ര ലെവലാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഐ എം 300% കോൺഫിഡൻറ്റ്, ഐ എം 200% കോൺഫിഡൻറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അതൊക്കെ വളരെ ഫേക്കാണ്. ഈ നമ്മുടെ ഇൻ്റർവ്യൂവറുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് കാൻഡിഡേറ്റ്സ് പലപ്പോഴും പറയുന്ന പല കാര്യങ്ങളും ഫേക്കാണ്. അത് ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതല്ല. ഇഫ് യു ആർ റെഡി ടു ടേക്ക് ദ റിസ്ക് ഇൻ യുവർ ലൈഫ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോൺഫിഡൻസ്. പിന്നെ ബിലീഫ് സിസ്റ്റം, അവരവരെ കുറിച്ചിട്ടുള്ള ബിലീഫ് സിസ്റ്റം. ഈ 4 കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം ശ്രീ പൃഥ്വിരാജിനെ. കാരണം അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഞാൻ മോഹൻലാലിനെ പോലൊരു വലിയ മഹാനടനെ സമീപിക്കുമ്പോൾ അദ്ദേഹം ഇത് സപ്പോർട്ട് ചെയ്യുമോ, അല്ലൊരു പുതിയ സംവിധായകനല്ലേ എന്നൊന്നും അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് സംഭവിക്കില്ല. അപ്പം ഞാൻ ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതിലൊന്ന്, പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ പ്രോജക്റ്റുകൾ തുടങ്ങി ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരിക്കുന്നവർക്കും ഇനി ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് വല്ലാണ്ട് ആശയക്കുഴപ്പത്തിലിരിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരമാകും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ സാമ്പത്തിക വിജയം എന്ന് പറയുന്നത്, സാമ്പത്തിക വിജയത്തിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത തന്നെയാണ്. എപ്പോഴാണോ ഒരു വ്യക്തിയുടെ മനസ്സിലൊരു നല്ല ചിന്ത ഡെവലപ്പ് ചെയ്യുക, ആ ചിന്തയെ നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് അതിനൊരു പ്രോജക്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ഘട്ടം. കാരണം ലോകത്തിൽ എന്തും 2 തവണ സംഭവിക്കുന്നുണ്ട്. അത് ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലും, രണ്ടാമതാണ് അത് റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് പുറത്ത് വരുന്ന രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ശ്രീ മുരളി ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി, ആ വ്യക്തിയായിട്ട് തന്നെ എടുക്കുക,
അദ്ദേഹം സിനിമയിൽ ഒരു മഹാനടൻ്റെ മകനാണ്, അദ്ദേഹം ഒരു നല്ല നടനാണ്. അതിലുപരി ശ്രീ മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടായ ഒരു വലിയ തോട്ട്, അതിനെ ഒരു വൺ ലൈനാക്കി മാറ്റുന്നു. പിന്നെ അതിനൊരു സ്ക്രിപ്റ്റ് രൂപത്തിലേക്ക്, പേപ്പറിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പോൾ അതിനുശേഷം ശ്രീ മുരളി ഗോപി ചെയ്തത് എന്താണ്? ഇത് ഒരു പ്രോജക്റ്റ് സംഭവിക്കണമെന്നെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് സാധിക്കില്ല. അതിനൊരു ടീം വർക്ക് വളരെ അത്യാവശ്യമാണ്. ആ ടീം വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ശ്രീ പൃഥ്വിരാജുമായിട്ടാണ്. അപ്പോൾ പൃഥ്വിരാജുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. മുരളി ഗോപി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ശ്രീ പൃഥ്വിരാജുമായിട്ടാണ്. അവിടെ ഇതേ സംഗതികൾ നമുക്കെടുക്കാം. നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റണ്ണിങ് ബിസിനസ് ആയിക്കോട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മളെക്കായി അറിവുള്ളവരുമായിട്ട് അത് പങ്കുവെച്ചാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള വഴി തുറന്നു കിട്ടും. പകരം നമ്മളെക്കാൾ അറിവ് കുറഞ്ഞ ഒരാളുമായിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പ്രോജക്റ്റ് പോലും നടക്കണം എന്നില്ല. കാരണം അവർക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് കുറ്റങ്ങളും കുറവുകളും നെഗറ്റീവ്സും മാത്രമായിരിക്കും. ശ്രീ മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇതിനെ ഒരു വലിയ വിശാലമായ ഒരു ക്യാൻവാസിലാണ് കണ്ടത്. അപ്പോൾ അത് ശ്രീ പൃഥ്വിരാജുമായിട്ട് സംസാരിക്കുമ്പോൾ പൃഥ്വിരാജ് കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു രീതി അതിഭയങ്കരമാണ്. അദ്ദേഹം കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ മുരളി ഗോപി കണ്ടതിലും 10 മടങ്ങായിട്ട് കണ്ടു. ആ ഒരു കോൺഫിഡൻസ് ലെവൽ, അവിടെ ഒരു വൈബ്രേഷൻ പാസ് ചെയ്തിട്ടുണ്ട്, വളരെ പോസിറ്റീവായിട്ടൊരു വൈബ്രേഷൻ. ഈ സ്ക്രിപ്റ്റ് കിട്ടി പൃഥ്വിരാജ് വിചാരിക്കുകയാണ്, ഇത് ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ വിളിക്കുമ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലോ, ഇനി ഇതിന് ഇത്രയും ഈ ഒരു പടത്തിന് ഇത്രയും സാമ്പത്തികം വേണ്ടി വരും, ഇതിനു വേണ്ടിയിട്ടൊരു നല്ല പ്രൊഡ്യൂസറെ കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ ഒരിക്കലും പൃഥ്വിരാജിൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള കോൺഫിഡൻസ്, ആ റിസ്ക്, റെഡി ടു ടേക്ക് ദ റിസ്ക്, ഇത്രയും ആ ഒരു വലിയ കഴിവായിട്ട് തന്നെ പൃഥ്വിരാജിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഒരു പ്രോജക്റ്റിൻ്റെ ക്ലാരിറ്റി അതിലെല്ലാ ഏരിയയിലും വരും. കാരണം ഒരു സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്ന ഒരു സകല കലാവല്ലഭനായിരിക്കണം, എല്ലാ മേഖലകളിലെക്കുറിച്ചും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഏത് പ്രോജക്റ്റും, ഒരു പുതിയ പ്രോജക്റ്റുമായിട്ട് വരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചും അതിനെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്ത് പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ആ പ്രോജക്റ്റ് 100% സക്സസ് ആണ്. കാരണം SWOT അനാലിസിസിൽ എല്ലാ ഏരിയയെക്കുറിച്ചും നന്നായിട്ട് പഠിച്ച് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ, ഒരു സ്കോപ്പ് ഓഫ് വർക്ക് ഒക്കെ വളരെ പ്രിപ്പയർഡായിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അതിൻ്റെ പരാജയപ്പെടാനുള്ള സാധ്യത 0% ആണ്. ഇനി അഥവാ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തിൽ ചില പരാജയങ്ങൾ വന്നു എന്ന് വിചാരിക്കുക. ഒരു താൽക്കാലിക പരാജയം വരുമ്പോൾ ദാറ്റ് ഈസ് ഒരു ടെമ്പററി ഡിഫീറ്റ്, ഈസ് നോട്ട് എ പെർമനൻറ്റ് ഫെയിലുവർ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവർ ചിന്തിക്കുന്നത് എപ്പോഴും ഒരു എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല, ഞാനൊരു പ്രോജക്റ്റുമായിട്ട് ഇറങ്ങി അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുമ്പോൾ അത്തരം ആൾക്കാരോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു മറ്റൊരു കാര്യമുണ്ട്. ഏതാണ്ട് 10,000 തവണ പരാജയപ്പെട്ട ഒരാളുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഇലക്ട്രിക് ലാമ്പ് കണ്ടുപിടിക്കണം, അതായത് വൈദ്യുതി കൊണ്ട് ഉപയോഗിച്ച് വെളിച്ചം തരുന്ന ഒരു ലാമ്പ് കണ്ടുപിടിക്കണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ തവണയും അയാൾ പരാജയപ്പെട്ടു. 10,000 തവണ പരാജയപ്പെട്ട ഒരു വ്യക്തി എന്ന വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുക? ഓ ഭഗവാനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ എന്ത് ചെയ്താലും പരാജയമാണല്ലോ, ഇതെന്താ സർപ്പകോപമാണോ, അല്ലെങ്കിൽ ഈശ്വര കോപമാണോ, അല്ലെ മറ്റുള്ളവരുടെ ബ്ലാക്ക് മാജിക് എനിക്ക് പെട്ടു പോകുന്നതാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. സയൻറ്റിസ്റ്റ് അദ്ദേഹം ചിന്തിച്ചത് എന്തായിരുന്നു? ഞാൻ ഈ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഓരോ പദാർത്ഥങ്ങളും അതിന് പ്രയോജനമാകുന്ന രീതിയിലുള്ളതല്ല, ഒരു കാരണവശാലും അതിന് പറ്റാത്തത് കൊണ്ടാണെന്നാണ് ഓരോ തവണ അദ്ദേഹം വിചാരിച്ചത്. പകരം അത് ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതൊരിക്കലും സക്സസ് ആവില്ലായിരുന്നു. അപ്പോൾ ഈ സക്സസ് ലെവലിലേക്ക് പോകുന്ന വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയും കൂടെ, ദേ നെവർ ഗിവ് അപ്പ്, ഇടയിൽ വെച്ചിട്ട് ഇട്ടിച്ച് പോവില്ല. അപ്പോൾ ഇത്രയും വളരെ വലിയ ഒരു സിനിമ, അതായത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ മാർക്കറ്റിംഗ്, അതായത് ഏതൊരു കമ്പനിയുടെയും ഏതൊരു പ്രോജക്റ്റിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് മാർക്കറ്റിംഗ് തന്നെയാണ്. മാർക്കറ്റിംഗ് എത്രമാത്രം മനോഹരമാകുന്നു അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. ഓഫ് കോഴ്സ് ആ റിസൾട്ട് ഉണ്ടാകുന്ന, ആ പ്രോജക്റ്റിൽ റിസൾട്ട് ഉണ്ടാകുമ്പോൾ പ്രോജക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മേക്കിങ്ങിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് മാത്രം ഭയങ്കരമായിട്ട് ചെയ്യുകയും അതിനിപ്പുറത്ത് കൊടുക്കുന്ന കണ്ടൻറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആവണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഏരിയയും, പക്ഷേ ഇതിനകത്ത് സോഷ്യൽ മീഡിയ പോലെയുള്ള ഈ പാർട്ട് പൃഥ്വിരാജ് എത്ര മനോഹരമായിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്.
അപ്പോൾ കൃത്യം പ്ലാൻ ഓഫ് ആക്ഷൻ, സ്കോപ്പ് ഓഫ് വർക്ക്, ഇത് നന്നായിട്ട് ചെയ്തു പോകുന്ന വ്യക്തിക്ക് ഇനിയും മുന്നിൽ അവസരങ്ങൾ ആവശ്യം പോലെയാണ്. അതിലൊരു സംശയം വേണ്ട. നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു നല്ല ചിന്ത, തിങ്കിങ് എപ്പോഴും പുതിയതായിരിക്കണം. അതായത് പുതിയതായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ വരുന്ന ഒരു പ്രോജക്റ്റ് നന്നായിട്ട് പേപ്പറിൽ പകർത്തുക. പലതവണ പോളിഷ് ചെയ്ത് പകർത്തി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഇത് കുറച്ച് കൂടുതൽ ഡെവലപ്പായി വരുന്നുണ്ടെന്നുള്ളത്. അത് ഡെവലപ്പായി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടാണ്. ആ പ്രോജക്റ്റുമായിട്ട് നിങ്ങളെക്കാട്ടിൽ അറിവുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റ് ഫസ്റ്റ് തവണ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രോജക്റ്റിൽ എവിടെയോ കുഴപ്പമുണ്ട്. ആ പ്രോജക്റ്റിലുള്ള കുഴപ്പമാണ്, അതിൻ്റെ സിഗ്നലാണ് ഈ റിജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അത് പ്രോജക്റ്റ് റീബിൽഡ് ചെയ്യുക. ഇത് പലതവണ റീബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിരിക്കും വരിക. ഈ മുരളി ഗോപി അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ എത്രയോ രാത്രികളിൽ അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഈ പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് എത്രമാത്രം തയ്യാറെടുപ്പെടുത്തിക്കണം. അതിൻ്റെ ഷോർട്ട് ഡിവൈഡിങ് എല്ലാം വളരെ മനോഹരം. കാരണം അവർ അതിൻ്റെ പിന്നിൽ ചെയ്ത ഹോംവർക്കാണ് നമ്മളിന്ന് സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഹോംവർക്ക് നന്നായിട്ട് എടുത്തിട്ടുള്ള എല്ലാവർക്കും വിജയം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. താൽക്കാലിക പരാജയം, ദ ടെമ്പററി ഡിഫീറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഫെയിലുവർ അല്ല. കാരണം ഹെൻറി ഫോർഡ് എന്ന് പറയുന്നത് അറിയാലോ, ഓട്ടോമൊബൈൽ രംഗത്തെ അതികായൻ. അതായത് ഫോർഡ് കമ്പനിയുടെ ഉടമസ്ഥനാണ് ഹെൻറി ഫോർഡ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോമൊബൈൽ കരിയറിൻ്റെ തുടക്കത്തിൽ ധാരാളം ചെറിയ പരാജയങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ആ അഭിമുഖീകരിച്ച പരാജയങ്ങളെ അദ്ദേഹം അതിൻ്റെ പ്ലാനുകളിൽ വ്യത്യാസം വരുത്തി മുന്നേറി. അതുമാത്രമല്ല, കമ്പനിയുടെ പിന്നീട് എപ്പോഴും ഒരു ഉയർന്ന ഘട്ടത്തിൽ വളരെ ഉയർന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഇത്തരം പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും വ്യത്യാസം വരുത്തിയിട്ടാണ്, ആ പ്ലാനിലും പദ്ധതിയും റീബിൽഡ് ചെയ്തിട്ടാണ്, റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം സാമ്പത്തിക വിജയം നേടിയെടുത്തത്. അപ്പോൾ ഈ സിനിമ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തരുന്ന ഒരു ഇൻസ്പിറേഷൻ എല്ലായിടത്തും. പൃഥ്വിരാജിനെ പോലെ ഉള്ള ഒരാൾ ഒരു പുതുമുഖ സംവിധായകനായിട്ട് വന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ചരിത്രം തിരുത്തി കുറിച്ചു. അപ്പോൾ ഇത് പൃഥ്വിരാജിന് എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഒരു ഹാറ്റ്സ് ഓഫ്. അല്ലാതെ പണ്ട് ഐ വി ശശി സാറ് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഇതുപോലെ ഒരു വലിയ താരനിബിഡമായിരുന്നു. നമ്മുടെ ശ്രീ മമ്മുക്ക, ലാലേട്ടനൊക്കെ ഒരുമിച്ച് അഭിനയിച്ച എത്രയോ ഐ വി ശശി സാറിൻ്റെ സിനിമകളുണ്ട്. അതിന് സമാനമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ഉത്സവമാക്കി മാറ്റി, ഇതൊരു ആഘോഷമാക്കി മാറ്റി പ്രേക്ഷകർക്ക്. പക്ഷേ നമ്മളെപ്പോലെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു ശ്രീ പൃഥ്വിരാജ്. അത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ലോകത്തിലെ എമ്പാടും നല്ല പ്രോജക്റ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പ്രോജക്റ്റ് ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമയിൽ ആ പ്രോജക്റ്റ് വളരെ ഗംഭീരമായപ്പോൾ ലാലേട്ടനുമായിട്ട് പൃഥ്വിരാജ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെ ഏകദേശം 9 മണിക്കൂറാണ് ലാലേട്ടൻ്റെ മുമ്പിൽ ശ്രീ പൃഥ്വിരാജ് ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടൻ പൃഥ്വിരാജുമായിട്ട് സംസാരിക്കുന്നത് ഒരിക്കലും തമാശയായിരിക്കില്ല. ആ സിനിമയെക്കുറിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവും. അവിടെയാണ് ലാലേട്ടൻ റിയലൈസ് ചെയ്യപ്പെടുന്നത് പൃഥ്വിരാജിന് ഇത് സാധിക്കും. കാരണം ആ വ്യക്തിയുടെ കോൺഫിഡൻസ്, അദ്ദേഹത്തിൻ്റെ ബിലീഫ് സിസ്റ്റം, ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മേക്കിംഗ് മെത്തേഡ്, ഉപയോഗിക്കേണ്ട ക്യാമറ, അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ പിന്നെ രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല. സിനിമകൾ പലതവണ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് പോകുന്നതിലും കോൺഫിഡൻ്റ് ആയിട്ടാണ് ലാലേട്ടൻ പൃഥ്വിരാജിൻ്റെ അടുക്കൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ. അപ്പോൾ എത്ര നാൾ നമ്മൾ ഉണ്ടായിരുന്നു, അല്ലെ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിലുപരി എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട്, എത്രമാത്രം നമ്മൾ അതിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം നമ്മൾ നോളജബിൾ ആണ് എന്നുള്ളതും വളരെ വലിയൊരു ഘടകം തന്നെയാണ്. വിവേക് ഒബ്രോയ് അദ്ദേഹത്തോടൊക്കെ സിനിമ നറേറ്റ് ചെയ്യുന്നത് ഫോണിലാണെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്, 45 മിനിറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലെ അധ്വാനമാണ്. ഇന്ന് ആ സിനിമ ലോകമെമ്പാടും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ടീം വർക്ക് ഡെവലപ്പ് ചെയ്ത് അധ്വാനിച്ച 2 പേരുണ്ട്, ശ്രീ മുരളി ഗോപി, പൃഥ്വിരാജ്. അവരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ, അവരുടെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ഇതിൻ്റെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറും
തരുമ്പോൾ അത് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നിന്നും കിട്ടിയ ഇൻസ്പിറേഷൻ പോലെ തന്നെയായിരിക്കും എനിക്ക്. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഇതിനകത്തിലുണ്ടാകുന്ന ഈ വീഡിയോയിലുണ്ടായത് ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഞാനങ്ങനെ വീഡിയോ ചെയ്ത് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതിലുണ്ടാകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നിങ്ങൾ ക്ഷമിക്കണം. ഒപ്പം നിങ്ങളുടെ നല്ല നിർദ്ദേശങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അത് മറ്റൊരാൾക്ക്, നിങ്ങളിൽ ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്രദമാകുമെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, എൻ്റെ പേര് അജിത് ലാൽ. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു വെരി മച്ച്.